നമസ്കാരം, ഞാൻ ഡോക്ടർ ജയപാർവതി, ഡെന്റൽ സർജൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്ന ക്ലാസ് 3 ഒക്ലൂഷനെ പറ്റിയാണ്. ഓരോരുത്തരും പല്ല് കടിക്കുന്ന രീതി അനുസരിച്ച് അവരുടെ മുഖത്തെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് കീഴ്ത്താടി നീളം കൂടി വരുന്ന ആൾക്കാർക്ക് ക്ലാസ് 3 ഒക്ലൂഷൻ എന്ന് പറയും, കുറഞ്ഞവർക്ക് ക്ലാസ് 2 എന്ന് പറയും. അതേപോലെ നോർമലായിട്ട് ഒക്ലൂഷൻ ഉള്ളവർക്ക് ക്ലാസ് 1 എന്ന് പറയും. നോർമലായിട്ടുള്ള ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ മുന്നിലത്തെ പല്ലുകളാണ് താഴത്തെ മുന്നിലത്തെ പല്ലുകളെക്കാളിലും കയറി നിൽക്കുന്നത്. എന്നാൽ ക്ലാസ് 3 ഒക്ലൂഷന്റെ കേസിൽ താഴത്തെ മുന്നിലത്തെ പല്ലുകളായിരിക്കും മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലുകളെക്കാളിലും കയറി നിൽക്കുന്നത്. ഇതാണ് ക്ലാസ് 3 ഒക്ലൂഷൻ. അപ്പോൾ ഈ ക്ലാസ് 3 ഒക്ലൂഷനിൽ കാണാൻ പറ്റുന്ന ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താടിയലിന് കുറച്ച് നീളം കാണും. അതേപോലെ ചുണ്ടും താഴത്തെ ചുണ്ടും പല്ലും കുറച്ച് പൊങ്ങിയതായിരിക്കും. അതേപോലെ നമ്മുടെ നടുവിലത്തെ എല്ലിൻ്റെ മാക്സില എന്ന് പറയും, നടുവിലത്തെ എല്ല് കുറച്ച് ഉള്ളോട്ട് ആയിട്ട് ഉണ്ടായിരിക്കും. അതേപോലെ അവർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ക്ലിയർ ആവത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് കാണുന്നത് ക്ലാസ് 3 ഒക്ലൂഷനിൽ. അപ്പോൾ ഇത് രണ്ട് രീതിയിലുണ്ട്, മോഡറേറ്റും ഉണ്ട്, സിവിയറും ഉണ്ട്. മോഡറേറ്റിനകത്ത് വലിയ പ്രശ്നങ്ങളും ഒന്നും കാണില്ല, എന്നാൽ സിവിയറിനകത്താണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത്, സിംറ്റംസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഈ ക്ലാസ് 3 ഒക്ലൂഷൻ ഇവരുടെ ബൈറ്റ് നോർമൽ അല്ലാത്തതിനാൽ ഇവരുടെ കടി നോർമൽ അല്ല. അപ്പം അതിൻ്റെ ഫ്യൂച്ചറിൽ അവർക്ക് TMJ പെയിൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേപോലെ ഇത് ക്ലാസ് 3 ഒക്ലൂഷനിൽ ആരിലൊക്കെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ക്ലാസ് 3 ഒക്ലൂഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ജനറ്റിക്കലി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് പേഷ്യൻസിൽ ക്ലാസ് 3 ഒക്ലൂഷൻ കാണാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അല്ല, കൃത്യമായ ഓർഡറിലല്ല പല്ല് കൊഴിഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ അവർക്കും ഇത് വരാൻ, ക്ലാസ് 3 ഒക്ലൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം പേരൻസ് ആണെങ്കിൽ 8 to 12, അതായത് ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് പല്ല് മൊത്തത്തിലായിട്ട് വരുന്നത്. ആ സമയത്ത് ക്ലാസ് 3 ഒക്ലൂഷൻ ആണോ വന്നേക്കുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ ക്ലാസ് 3 ഒക്ലൂഷന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് 3 പ്രായത്തിലാണ്. ഒന്നാമത്താണെങ്കിൽ 10 തൊട്ട് 12 വയസ്സ്. ഈ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് താടിയലിൻ്റെ വളർച്ച കുറച്ചതിന് ശേഷം അതുപോലെ മുകളിലത്തെ എല്ലിന് വളർച്ച കൂട്ടാനായിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. 12 വയസ്സിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് എല്ലാ പല്ലുകളും വന്നിട്ടുണ്ടായിരിക്കും, ബോൺ ഡെവലപ്മെന്റ്, എല്ലിൻ്റെ ഡെവലപ്മെന്റ് എല്ലാം കഴിഞ്ഞു കാണും. അപ്പോൾ ഈ ടൈമിൽ ഓർത്തോ ട്രീറ്റ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി 18ാമത്തെ വയസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ സർജിക്കലായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. നന്ദി.